ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് അടിച്ച് പൊളിച്ചൊക്കെ വീട്ടിൽ നന്നായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ നമ്മൾ ഓണമായിട്ട് ഒരു ചെറിയൊരു ട്രിപ്പിന് പോകാമെന്ന് പ്ലാനിട്ടു. അപ്പം നമുക്ക് നല്ല ഉറപ്പില്ലായിരുന്നു പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ പോകുന്നത് മൈസൂർ പോകാമെന്നാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. നമ്മൾ ഫാമിലിയും കൊച്ചൻ അവർ ഫാമിലിയായിട്ട്. അപ്പോൾ അങ്ങനെ അതിനുള്ളൊരു വ്ളോഗാണിത്. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോസിൽ പയ്യെ കാണാം. വീട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ 2 കാറിലായിട്ടാണ് തിരിച്ചത്. ഞങ്ങൾ ഞങ്ങളുടെ കാറിലും കൊച്ചിനും ചിത്തിയും അബിയും അവരുടെ കാറിലും. അങ്ങനെ നേരെ നമ്മൾ 4:30 കൊച്ചുവേളിയിൽ നിന്ന് തിരിച്ചു. അപ്പോൾ നമ്മൾ തൽക്കാലമായിട്ട് ടിക്കറ്റ് എടുത്തത് കൊണ്ട് തന്നെ ലാസ്റ്റ് നിമിഷമാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും ഒരിടത്തിരിക്കാനൊന്നും കഴിഞ്ഞില്ല. ഓരോരുത്തരും നമ്മളിപ്പം ഓരോ ഫാമിലീസ് ഓരോ ബോഗി അങ്ങനെ ആയിപ്പോയി. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വലിയ തലക്കേടില്ലായിരുന്നു. അന്നേ ദിവസം രാത്രിത്തെ ഫുഡ് നമ്മളിവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. ചപ്പാത്തിയും ഉരുളിക്കറിയും കൂടെ കൊണ്ടുപോയി അതിരുന്നാണ് ട്രെയിനിൽ നിന്ന് കഴിച്ചത്. അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് കുളിക്കുകയും ചെയ്തില്ല. കാരണം നമ്മളൊരു രാവിലെയൊക്കെ ആകുമ്പോൾ അവിടെ 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ബാംഗ്ലൂർ എത്തി. നമ്മളൊരു 9 മണി 9:30 ആയപ്പോഴത്തേക്കും ബാംഗ്ലൂർ എത്തി. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചത്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെയൊക്കെ തന്നെ നമ്മളവിടെയൊക്കെ ഉള്ള സാമ്പാർക്ക് സ്വർഗ്ഗം എന്ന് വേണം പറയാൻ. വേറൊരു ടൈപ്പായിരുന്നു. നമുക്ക് ആർക്കും അത് അത്ര പിടിച്ചില്ല. അത് കഴിച്ച് ഒരു 5 മിനിറ്റൊക്കെ ഇരുന്നപ്പോഴത്തേക്കും നേരെ നമ്മൾ മൈസൂരെത്തി. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നു വന്നപ്പോഴത്തേക്കും ഒരു അങ്കിൾ വന്നിട്ട് ഇതുപോലെ കാറൊക്കെ നമുക്ക് ഏർപ്പാടാക്കി തന്നു. സോ അങ്ങനെ നമ്മൾ കാറിൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന കാറിൽ നേരെ അവിടെ നിന്ന് നമ്മുടെ റൂമിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ റൂമൊക്കെ ബുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് ഒരുപാട് അലഞ്ഞു തിരിയേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അവിടെ എത്തി നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. അപ്പോഴത്തേക്കും അവർ അവിടെ തന്നെ നമ്മൾ കറക്റ്റ് കൊണ്ടെത്തിച്ചു. എല്ലാം ഓൺ ടു ടൈം ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് അലയേണ്ടിയോ അങ്ങനെയൊന്നും വന്നില്ല. കറക്റ്റ് ടൈമിൽ നമ്മളവിടെ എത്തി. പിന്നെ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം നേരെ നമ്മൾ റൂമിലോട്ട് പോയി. സോ നമുക്ക് ഒരൊറ്റ നൈറ്റ് മാത്രം മതിയായിരുന്നു റൂമിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ലക്ഷൂറിയസ് നോക്കിയില്ല, എന്നാൽ ഭയങ്കര മോശവും നോക്കിയില്ല. ഒരു ഇടതരമായിട്ടുള്ള റൂംസൊക്കെയാണ് നോക്കിയത്. നമുക്ക് അഫോർഡബിൾ റേറ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും റൂമൊക്കെ ഇതാ ഒരു മിനി റൂം ടൂറാണ് ഞാൻ കാണിക്കുന്നത്. സോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റൂമാണ് നമുക്ക് കിട്ടിയത്. ഞങ്ങൾ 2 റൂമാണ് എടുത്തിരുന്നത്. ഞങ്ങൾ 4 പേര് ഒരു റൂമിലും അവർ 4 പേരും വേറെ റൂമിലായിരുന്നു. സോ നമുക്ക് ഒട്ടും തന്നെ ടൈമില്ലായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ ചുറ്റി പെട്ടെന്ന് കറങ്ങി കാണേണ്ട അവസ്ഥയായിരുന്നു. സോ പെട്ടെന്ന് റൂമിൽ വന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നേരെ എല്ലാവരും ഫ്രഷായി വന്നു. എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങി. ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ട്രെയിനിൽ ഇരുന്ന് മുഷിഞ്ഞ് വന്നതുകൊണ്ട് നേരെ ഒന്ന് കുളിച്ച് റെഡിയായി ഇറങ്ങി. അങ്ങനെ നേരെ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടി ഈ ഒരു അങ്കിളും കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വേണം പറയാൻ. കാരണം നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഫാമിലിയായിട്ട് മൈസൂർ പോയിട്ടില്ല. ഞാൻ കോളേജിൽ പഠിക്കുമ്പം ഇതുപോലെ ടൂറിന് പോയിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ ഫാമിലിയായിട്ട് അച്ഛനൊന്നും പോയിട്ടില്ല. അങ്ങനെ നമുക്ക് സ്ഥലങ്ങളൊക്കെ ഇതായിട്ട് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് പെട്ടുപോയാൽ നമുക്ക് ഓരോ സ്ഥലത്ത് സൈറ്റ് സീയിങ്ങിന് പോകാനും അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് ഒരുപാട് ടൈം പോയേനെ. പക്ഷെ നമുക്ക് ഈ ഒരു കാറും ആ ഒരു അങ്കിളും കിട്ടിയതുകൊണ്ട് ഭയങ്കര വലിയൊരു ഉപകാരം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് നേരെ സൈറ്റ് സീയിങ്ങിന് പോകാൻ വിചാരിച്ചു. ഞങ്ങൾ ബട്ടർ നാനും പനീറും പിന്നെ ഗോബി മഞ്ചൂരിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ അത് കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് വണ്ടിയിൽ ഇരുന്നപ്പോഴത്തേക്കും നമ്മൾ നേരെ ആദ്യം പോയത് മൈസൂരിലെ വാക്സ് മ്യൂസിയത്തിലായിരുന്നു. ഇത് നമ്മുടെ ഐഡിയയിൽ ഇല്ലായിരുന്നു, നമുക്ക് അറിയത്തില്ലായിരുന്നു. ആ അങ്കിളാണ് നമ്മളെ കൊണ്ടുപോയത്. സോ മൈസൂർ വാക്സ് മ്യൂസിയത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കരപ്പെട്ട വാക്സ് മ്യൂസിയം ഒന്നുമില്ല. ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഒരുപാട് പണ്ടത്തെ കാലം തൊട്ട് ഇപ്പോഴത്തെ കാലം വരെ ഉള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാനായിരുന്നു ഒരുപാട് രസം. പിന്നെ അത് അവരുടെ തന്നെ ഹൊറർ വേൾഡ് ഉണ്ടായിരുന്നു. അതിനകത്തും സത്യം പറഞ്ഞാൽ കയറി പേടിച്ച് കിടുങ്ങി എന്നാണ് പറയാം. ഒറ്റയ്ക്ക് എങ്ങാനും പോരുന്നെങ്കിൽ നമ്മൾ നല്ലവരെ മേടിച്ചിട്ടുണ്ട്. അതും കൂടെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നേരെ മൈസൂർ പാലസിലേക്ക് എത്തി. പാലസ് കാണാനാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും പോണത്. കാരണം മൈസൂരെന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും അറിയാം മൈസൂർ പാലസ്, അത് കാണാനാണ് എല്ലാവരും എത്തുന്നത്. അതുപോലെ ഞങ്ങളും അവിടെ എത്തിയപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാത്ത തിരക്കായിരുന്നു.
കൂടുതലും മലയാളീസാണ് ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ ഓണം വെക്കേഷൻ ആ ടൈം പോയതുകൊണ്ട് തന്നെ മലയാളീസായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പാലസിനെ പറ്റിയൊന്നും പറയണ്ടല്ലോ, നിങ്ങൾ കാണുന്ന ഇതുപോലെ തന്നെ ഫുൾ നമുക്ക് നമ്മളകത്ത് കയറി നമ്മൾ വേറൊരു ലോകത്താണ്. അവിടെ ആ ഒരു പാലസ് ചെയ്തിരിക്കുന്നതും ലൈറ്റ്നിങ്ങും എല്ലാം കൂടെ നമുക്ക് നല്ല സൂപ്പർ, എന്താണെന്ന് പറയാൻ, നല്ല നമ്മൾ കണ്ടിങ്ങനെ കണ്ണിറഞ്ഞിരിക്കും ആ ഒരവസ്ഥയാണ്. ഞങ്ങൾ പോയപ്പോൾ നമ്മൾ ശരിക്കും ഒരു ഫുൾ ഡേയും, പിന്നെ ഒരു ഫുൾ ഡേ ഇല്ല, നമ്മളൊരു 11 മണി കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു ടൈമും അന്ന് ദിവസം രാത്രിയും പിന്നെ പിറ്റേ ദിവസം ഒരു ഉച്ചവരെ അത്രേ നമുക്ക് ടൈമുള്ളൂ മൈസൂർ. അപ്പോൾ നമ്മൾ പാലസ് നമ്മൾ ഭയങ്കരമായിട്ട് റെസ്റ്റ് എടുത്ത് പയ്യെ പയ്യെ എന്നല്ല കണ്ടത്, ഓടിച്ചിട്ടാണ് കണ്ടത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഇതാണ് നമ്മുടെ പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് എല്ലാം കണ്ട് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ഇനി നമ്മൾ അടുത്ത് നേരെ പോയത് സമ്മർ പാലസിലാണ്. ഇത് മൈസൂറിലെ സമ്മർ പാലസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് ടിക്കറ്റൊന്നുമില്ല, നമ്മളല്ലാതെ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് അങ്ങനെയാണ് ഇതിനകത്തുള്ള എൻട്രി എന്ന് പറയുന്നത്. മൈസൂർ പാലസിൻ്റെ അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം കണ്ടിരിക്കാൻ നമ്മളോട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ഒരുപാട് എല്ലാവരും നല്ലപോലെ ഫോട്ടോസൊക്കെ എടുത്തും സംസാരിച്ചും അങ്ങനെയൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നേരെ നമ്മൾ മൈസൂരുള്ള ഒരു പത്മനാഭസ്വാമിയുടെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ ട്രിവാൻഡ്രത്ത് അനന്തശയനത്തിലല്ലേ കിടക്കുന്ന, അതുപോലെ തന്നെ ഇവിടെയും അനന്തശയനമായിരുന്നു പ്രതിഷ്ഠ. അതൊക്കെ കണ്ട് അവിടെ നേരെ തിരിച്ചു നമ്മൾ ഒരു 4:30 കഴിഞ്ഞ് 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും, 5 മണിയോളം ആയി, നേരെ നമ്മൾ വൃന്ദാവൻ ഗാർഡൻസിലെത്തി. അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവിടെ ഇപ്പോൾ എന്തോ പണിയൊക്കെ നടക്കുകയാണ്. കാരണം അവർക്ക് നമ്മളെപ്പോലെ ഓണം അല്ലല്ലോ അവിടുത്തെ ആഘോഷം എന്ന് പറയുന്നത്, നമ്മുടെ പൂജവെപ്പാണ് അവർ ഭയങ്കര ആഘോഷമായിട്ട് നോക്കുന്നത്. അപ്പോൾ പൂജവെപ്പ് അടുത്ത മാസം, അതിന് വേണ്ടിയിട്ട് അവിടെ ഒരുപാട് പണികൾ, കൺസ്ട്രക്ഷൻ വർക്ക്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരെ വലിയ തിരക്കില്ലായിരുന്നു. കാരണം ഈ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ലൈറ്റ് ഷോയൊക്കെ വളരെ കുറവായിരുന്നു. സോ അത്യാവശ്യം കാണാനുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ലൈറ്റ് ഷോ ഉണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ രാത്രി ടൈം അവിടെ എത്തിയത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്ര വലിയ ലൈറ്റ് ഷോ ഒന്നും ഇല്ലായിരുന്നു. ഈ പണി നടക്കുന്നത് കൊണ്ടാവാം, എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് ഒരുപാട് സംസാരിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നടന്ന് എല്ലാം ഒന്ന് ചുറ്റി കണ്ടു. അപ്പോഴും തിരക്കുണ്ടെങ്കിലും അവിടെ അങ്ങനത്തെ തിരക്കല്ല, ഇത്രയും ഇതിനും കൂടുതലുള്ള തിരക്കാണ് ഈ വൃന്ദാവൻ ഗാർഡൻസിൽ എപ്പോഴും. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ ടൈമായിരുന്നു. അങ്ങനെ ഡിന്നർ കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ പോയി. അപ്പോൾ ഞാൻ മസാല ദോശയും സാമ്പാറും ചമ്മന്തിയുമാണ് പറഞ്ഞത്. നമ്മളവിടെ കിട്ടുന്ന മസാല ദോശയുടെ അത്രയൊന്നും വരത്തില്ല, അറിയാലോ മൈസൂരല്ലേ. അങ്ങനെ നേരെ റൂമിലെത്തി ഫ്രഷായി. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഒരു മൈസൂർ ജേണി ഇവിടെ അവസാനിക്കുകയാണ്. അതായത് ഡേ ഫസ്റ്റിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ, ഇത്ര പ്ലേസസ് എല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ റൂമിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി ഒന്ന് പോയി മുഖമൊക്കെ ഒന്ന് കഴുകണം. പിന്നെ രാത്രി സ്കിൻ കെയറൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങും. പിന്നെ ഇനി നമ്മൾ നാളെ രാവിലെ 7 മണിക്കാണ് നമ്മുടെ കാറ് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് മുന്നേ നമുക്കെല്ലാം ഷെഡ്യൂളെല്ലാം തീർക്കണം. കാരണം ഉച്ചയ്ക്ക് 12:30 എന്തോ ആണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. സോ അതിന് മുന്നായിട്ട് നമുക്കിവിടെ എന്തൊക്കെ സൈറ്റ് സീയിങ് ഉണ്ടോ അതെല്ലാം കണ്ടിട്ട്
നമ്മൾ നേരെ ചെറിയൊരു പർച്ചേസും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ട്രെയിനിൽ കയറാനായിട്ട് പോകും. അപ്പോൾ ഡേ ഫസ്റ്റിൽ ഇത്രയൊക്കെ ഉള്ളൂ. പിറ്റേന്ന് രാവിലെ നേരത്തെ എണീറ്റ് നമ്മളെല്ലാം കുളിച്ച് റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മാക്സിമം പറ്റുന്ന പ്ലേസസൊക്കെ നമുക്ക് കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒട്ടും താമസിക്കാതെ എല്ലാവരും നേരത്തെ തന്നെ റെഡിയായി ഇറങ്ങി. അപ്പോൾ നമ്മൾ കാർ വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മളെല്ലാം റൂമിൽ നടന്ന് കാറിൽ ചെന്ന് കയറി. അവിടെ നേരെ നമ്മൾ പോയത് ഇന്നത്തെ ആദ്യത്തെ പ്ലേസ് എന്ന് പറയുന്നത് ചാമുണ്ഡി ഹിൽസാണ്. അപ്പോൾ നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഇന്നലെ ചാമുണ്ഡി ഹിൽസിൽ പോകാനാണ് ഇരുന്നത്. പക്ഷെ നമ്മൾ ഡ്രൈവർ അങ്കിൾ പറഞ്ഞു ഇന്ന് നിങ്ങൾ രാവിലെ ഹിൽസിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ രാവിലത്തെ വ്യൂ പറഞ്ഞറിയിക്കാൻ വയ്യ. എൻ്റെ പൊന്നോ, ആ ഒരു വ്യൂ നിങ്ങൾ ഇതിലൂടെ കാണുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ആ ഒരു കിളികളുടെ സൗണ്ടും പിന്നെ അവരുടെ നിശബ്ദതയും വളരെ ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ അവിടെ എത്തി. അവിടെ നേരെ നമുക്ക് ഫ്രണ്ടിൽ ഗേറ്റ് ഓപ്പൺ അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ സൈഡ് വഴിയാണ് നമുക്ക് കയറേണ്ടത്. അപ്പോൾ നമ്മൾ ദേവിക്കുള്ള പൂക്കളും ഒക്കെ വാങ്ങി അവിടെ നിന്ന് നേരെ സൈഡ് വഴിയാണ് നമുക്ക് പോവേണ്ടത്. ഈ ചാമുണ്ഡി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമുണ്ഡി ദേവി മഹാസുരനെ വധിച്ച സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത്. സോ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇങ്ങനെ ഒരു അമ്പലം ഇവിടെ പണിതത്. വളരെ നല്ല പീസ്ഫുള്ളായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നല്ലപോലെ ഫോട്ടോസൊക്കെ എടുത്ത് നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. പിന്നെ അവിടെ നേരെ അവിടുത്തെ ഒരു സിറ്റി വ്യൂ കാണാനാണ് ഈ സ്ഥലത്ത് എത്തിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈമായി. ക്യാമറയ്ക്ക് ഫേസ് ചെയ്യാൻ മടിയുള്ള ആളാണ് കുഞ്ഞാളുന്നത്. അപ്പോൾ ഞങ്ങളോട് ഡ്രൈവർ ഞങ്ങൾ പറഞ്ഞു ഇവിടെ മൈസൂരുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ബിരിയാണി സ്പോട്ടുണ്ട്, അവിടെ നല്ല മൈസൂർ സ്പെഷ്യൽ ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ലൈറ്റായിട്ടാണ് കഴിച്ചത്. ഒരു വടയും ചമ്മന്തിയും പിന്നെ അതിനോടൊപ്പം ഒരു ചായയും കൂടെ കുടിച്ചു. കാരണം നമുക്ക് 12:30 ഒക്കെ ആകുമ്പോഴാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ലഞ്ച് കഴിക്കണം എന്നുള്ളത് കൊണ്ട് ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ എത്തിയത് ജഗൻമോഹൻ പാലസിലാണ്. ഈ ജഗൻമോഹൻ പാലസിലെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈസൂർ പാലസിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം മൈസൂർ പാലസ് പണ്ട് കാലത്ത് ഏഷ്യൻ്റെ കാലത്ത് ബിൽഡ് ചെയ്തിരുന്നത് ഫുൾ വുഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ വുഡ് വെച്ചിട്ട് ചെയ്തുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഈ വുഡെല്ലാം കൂടെ ചത്തുപോവുകയും നശിച്ചു പോകും. അപ്പോൾ ആ നശിച്ചു പോയ വുഡെല്ലാം ഇവർക്ക് ശരിയാക്കി ഇപ്പം നമ്മൾ കാണുന്ന പോലെ പാലസ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ആ ഒരു കുറച്ച് സമയത്തേക്ക് ഈ കൊട്ടാരത്തിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരു നിശ്ചിത ദിവസത്തിന് താമസിക്കാൻ വേണ്ടി വന്ന ഒരു പാലസാണ് ഈ ജഗൻമോഹൻ പാലസ്. രാജകുടുംബക്കാരെല്ലാം ഇവിടെ ഒരുപാട് ഈ പണി ചെയ്ത് തീരുന്നത് വരെ ഈ ഒരു പാലസിലായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഈ കാണുന്ന പോലെ നമ്മുടെ മൈസൂർ പാലസ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ആൾക്കാരെല്ലാം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ പാലസ് വെറുതെ ഇങ്ങനെ അവരത്രയും കാലം താമസിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു ഔട്ട് ഹൗസ് പോലത്തെ ഒരു പാലസായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാം ഫുൾ ഗ്ലാസ് കൊണ്ടുള്ള യുട്ടൻസിൽസുകളാണ്. എന്തോരം ഭംഗിയെന്ന് പറയുമ്പോൾ ഇതെല്ലാം കാണാനായിട്ട് നമുക്ക് ഒരുപാടുണ്ട് കാണാൻ. ഈ പാലസിൽ അവർ ഉപയോഗിച്ചിരുന്ന ഓരോ വുഡൻ സാധനങ്ങളും, അതായത് ഗ്ലാസ് കൊണ്ടുള്ള മെറ്റീരിയൽസും പിന്നെ രാജാക്കന്മാരുടെ ഫോട്ടോസും. എൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നമാണ്, കാരണം ട്രിപ്പെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഫുൾ സൗണ്ട് പോയി, അപ്പോൾ അതൊന്ന് ക്ഷമിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് കുഞ്ഞു മിനിയേച്ചർ ശില്പങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മതിയാവുന്നില്ല അവിടെ നിന്ന് പോകാനായിട്ട്. പക്ഷേ ടൈമിൻ്റെ ഒരു ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറക്കി. പിന്നെ ഇത് ഒരുപാട് വീണാസാണ് വച്ചേക്കുന്നത്. വീണാസുണ്ടായിരുന്നു, തമ്പുരൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും എല്ലാം തന്നെ ആ ഒരു പാലസിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു വിൻഡോ വഴി നോക്കിയാൽ തന്നെ നമുക്ക് ആ പാലസ് കാണുന്നു. മൈസൂർ പാലസ് ഇവിടെ നിന്ന് കാണും, തൊട്ടടുത്താണ്. പക്ഷെ നമ്മൾ ഒന്ന് വണ്ടിയിൽ വരുമ്പോഴത്തേക്കും ചുറ്റി വരണമെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ സ്റ്റെപ്പൊക്കെ കണ്ടില്ല, ഫുൾ വുഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര വിശാലമായ ഒരു പാലസ് അല്ലെങ്കിലും നമുക്ക് ഒരുപാട് കാണാനുണ്ട് അവിടെ. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ബിരിയാണി സ്പോട്ടിലെത്തി. സോ ഇത് നമുക്ക് അവരുടെ മൈസൂർ സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ അവർ സ്പെഷ്യൽ ഒരു ഇലയിലും ഒക്കെയാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ മസാലാസാണ്. നമ്മൾ ഇവിടെ കിട്ടുന്ന പോലത്തെ ബിരിയാണിയേ അല്ല. എനിക്ക് റൈസ് വന്നിട്ട് നമ്മൾ മന്തി റൈസ് പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ എരിവ് വന്നിട്ട് അത്യാവശ്യം നല്ല സ്പൈസ് ഉണ്ടായിരുന്നു.
എനിക്ക് ഭയങ്കര സ്പൈസായിട്ട് തോന്നി, ഭയങ്കര എരിയായിട്ട് തോന്നി. ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് റൂമിൽ വന്നു. പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് ഒട്ടും ടൈമില്ല, നേരത്തെ സ്റ്റേഷനിലെത്തണം. സോ ഈ കാണുന്ന മേഘ കംഫേർട്സിലായിരുന്നു നമ്മുടെ ഒരു റൂമെന്ന് പറയുന്നത്. വളരെ നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് നല്ലപോലെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു റൂം തന്നെ നമുക്ക് കിട്ടി. സോ നമ്മൾ കാറിൽ കയറി നമ്മൾ നേരെ തിരിച്ചിനി വീട്ടിലേക്ക് പോകാനായിട്ട് സ്റ്റേഷനിൽ പോവാണ്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ ഒരുപാട് കാലം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് കുറച്ച് ദിവസത്തിലെ പ്ലാനിങ്ങിനോടെ നമുക്ക് ഇവിടെ വന്നതാണ്. പക്ഷേ കൊള്ളാം. നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാനും നല്ല രീതിക്ക് നമുക്ക് വേറെ ഒരു അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് പോയിട്ട് വരാൻ പറ്റി, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ. അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ കറക്റ്റ് ടൈമിനായിരുന്നു എത്തിയത്. എത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ എത്തി. പിന്നെ ട്രെയിനിൽ കയറി. നമ്മളെല്ലാം പക്ക ടൈമിങ്ങിലായിരുന്നു. ട്രെയിൻ കുറച്ച് സമയം അവിടെ ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ കുറച്ച് മുന്നേ എത്തണമല്ലോ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ഏകദേശം അടുത്തൊക്കെ സീറ്റ് ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത യാത്രയായിരുന്നു. ഭയങ്കര യാത്രയുടെ ബുദ്ധിമുട്ടുകളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ഹോം ടൗണായ ട്രിവാൻഡ്രത്തെത്തി. അങ്ങനെ നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്നുണ്ടെന്ന് കാറൊക്കെ എടുത്ത് അവരുടെ കാറിൽ പോവുകയാണ്. നമ്മളെ കാറിൽ കയറി. ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ജേണി എന്ന് പറയുന്നത്. ഒരു 2 ദിവസത്തെ ഒരു കുട്ടി ജേണി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ വീഡിയോസ് മാത്രം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.